അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ എവിടെയാണോ മുത്തുപ്പേട്ടയാണുള്ളത്. ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു മഗ്‌രിബിന് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലെ രാത്രി ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്, കാറിലാണ് താമസിച്ചിരുന്നത്. പിന്നെ പള്ളിയിലൊക്കെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുത്തുപ്പേട്ട മഖാമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണുള്ളത്. അപ്പം ഇതാണ് കേട്ടോ മുത്തുപ്പേട്ട മഖാമ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ഈ മഖാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു പള്ളിയുണ്ട്. അത്യാവശ്യം നല്ല വലിയ പഴയുള്ള പള്ളിയാണ് കേട്ടോ. നമുക്കിതിൻ്റെ പള്ളിയിലൊന്ന് ആദ്യം കയറിയിട്ട് നമുക്ക് മഖാമിൻ്റെ കാഴ്ചകളിൽ പോകാം. ഇവിടെ ഒരുപാട് ആടുകൾ, പ്രാവുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പ്രാവുകളുണ്ട്, ആടുകളുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇതുണ്ടോ, ഇതാണ് പള്ളി കേട്ടോ. പള്ളിയിലേക്കൊന്ന് കയറി വയ്ക്കാം നമുക്ക്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഈ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ അടിക്കുന്ന ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ബാങ്ക് കൊടുക്കുക. ഇത് ഒരു ഇതുണ്ടോ, ഇതിൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, ഓർമ്മ കിട്ടണില്ല. ഇത് എടുത്തിട്ട് ഉണ്ടോ, ഇതെടുത്തിട്ട് ഇതിമിട്ട് അടിച്ചിട്ട് ആ ശബ്ദം നല്ലോണം ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യാനോ ബാങ്ക് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ നടക്കുന്നൊരു കാര്യമാണ്. ഇതാണ് മഖാമിൻ്റെ പള്ളി കേട്ടോ. വാതിലടച്ചിട്ടാണ് കയറാൻ പറ്റുള്ളൂ. നിസ്കാരത്തെ സമയത്ത് മാത്രമേ തുറക്കുന്നുണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല പഴയ പള്ളിയാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല പഴക്കമുള്ള പള്ളിയാണ്. അവിടെ ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്. രാത്രി വന്നാൽ ഇവിടെ താമസിക്കാം. മഖാമിൻ്റെ മുന്നിലുള്ള വരാന്തയിലൊക്കെ കിടക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിനി മഖാമിലേക്കൊന്ന് പോയി നോക്കട്ടോ. പള്ളി കാര്യങ്ങൾ എങ്ങനെയാണ്. നിസ്കാരത്തിന് സമയത്ത് മാത്രമേ ഉള്ളിലത്തെ പള്ളി തുറക്കുള്ളൂ. ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇനി മഖാമിലേക്കൊന്ന് പോയി നോക്കട്ടോ. മഖാമിൽ ഞങ്ങൾ ഇന്നലെ രാത്രി സിയാറത്ത് ചെയ്ത്, ഇന്ന് രാവിലെയൊക്കെ സിയാറത്ത് ചെയ്താണ് കേട്ടോ. ഇൻഷാല്ലാഹ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് കേട്ടോ മുത്തുപ്പേട്ട മഖാമ്. ഇതിനടുത്ത് വേറൊരു മഖാമ് കൂടി ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് പോവാം. ഇതാണ് മുത്തുപ്പേട്ട മഖാമിലേക്കുള്ള സിയാറത്തിൻ്റെ ആ ഒരു പ്രവേശനം. ഇതിലൂടെയാണ് പ്രവേശിക്കുക. ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. അതാണ് മഖാമ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. പിന്നെ അതിലൂടെ അങ്ങനെ എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ 5 രൂപ കൊടുക്കണം കേട്ടോ കയറുമ്പോൾ. പിന്നെ നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. മുത്തുപ്പേട്ട ഹക്കീം ഷെയ്ഖ് ദാവൂദ് കാമിൽ വലിയുല്ലാഹി എന്നവരുടെ മഖാമാണ് നമ്മളിപ്പം സിയാറത്ത് ചെയ്തിറങ്ങിയത്. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ബീവി ഫാത്തിമ ഉമ്മർ റളിയല്ലാഹു അൻഹ ദർഗാ ഷെരീഫിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴിയുണ്ട്. അത് കാണുന്നത് ഒരു മഖാമാണ് കേട്ടോ. ഈ ഫാത്തിമ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ മഖാമാണ് കാണുന്നത്. ഇതാണ് മുത്തുപ്പേട്ട മഖാമ്. നമുക്ക് ആ ഒരു മഖാമിലേക്ക് കൂടി പോയി നോക്കാം. ഇവിടുത്തെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ഒരു ഹൈന്ദവനായ സഹോദരൻ തൻ്റെ കൃഷിസ്ഥലത്ത് എത്തുന്ന സമയത്ത് ഈ ഖബറിൽ കൊള്ളുകയും അങ്ങനെ അതിൻ്റെ കല്ല് നീങ്ങിയപ്പം രക്തം കലർന്ന
ആ സ്ഥലം കാണുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോവുകയും പിന്നെ സ്വപ്നത്തിൽ വന്നിട്ട് ഞാൻ ദാവൂദ് ഹക്കീം റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുകയും അതിനുശേഷം അദ്ദേഹം മുസ്ലിമാവുക, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചിട്ട് ഇങ്ങനെ കുറേ ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു മഖാമും ഈ ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒക്കെ പ്രശസ്തനാവുന്നതൊക്കെ ആളുകൾക്കിടയിൽ. അപ്പം നമുക്കിനി അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇതുണ്ടോ, ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇത് വീടാണ്. ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു മഖാം നിൽക്കുന്നത്. തഞ്ചാവൂർ എന്ന നാട്ടിൽ മുത്തുപേട്ട എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആണ് ആ പാട്ടിൽ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മഖാമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇവിടെ ഇന്നൊരു ചുഴലിക്കാറ്റടിക്കുമെന്ന് ആളുകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇനി ഞങ്ങൾക്ക് പോകാൻ നാഗൂരിക്കാണ് പോകാനുള്ളത്, പക്ഷേ നാഗൂരിലേക്ക് പോകണോ അല്ലെങ്കിൽ പോകുകയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചോളി എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഒരു ചുഴലിക്കാറ്റടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്താണ് ചെയ്യുന്നത് തീരുമാനമാക്കിയിട്ടില്ല. നാഗൂരിൽ എന്തായാലും പോകണം. ഇന്നവിടെ താമസിക്കോ അതോ നേരെ പോവോ എന്നും തീരുമാനിച്ചിട്ടില്ല. ഇന്ന് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു ചുഴലിക്കാറ്റുണ്ടല്ലോ, അതേ ചുഴലിക്കാറ്റ് ഇന്ന് രാത്രി അടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ മഖാമിൻ്റെ പരിസരത്ത് എത്തിയിട്ടോ. ഇതാണ് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഖാമായിട്ട് ഇവിടെ ഉള്ളത്. ഇതാണ് കേട്ടോ മഖാം. ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ആളുകൾ വന്ന് താമസിക്കുന്ന, അവർക്ക് കിടക്കാനൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് മഖാം യഥാർത്ഥത്തിൽ. ഇവിടെ എല്ലായിടത്തും നിറയെ ആടുകളുണ്ട് കേട്ടോ. ആടുകൾ, പശുക്കൾ ഒക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പം നല്ല കൃഷി സ്ഥലം പോലെ അടക്കപ്പായം നല്ല മരങ്ങളൊക്കെ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ നട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഈ ചെടികളൊക്കെ. അപ്പം ഇവരാണ് ഇതിൻ്റെ മേൽനോട്ടം കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് സിയാറത്ത് ചെയ്ത് ഇറങ്ങാൻ കേട്ടോ. അതാണ് നമ്മുടെ മുത്തുപേട്ട വലിയ മഖാമുള്ളത്. ഇപ്പോൾ ഈ മുത്തുപേട്ടയുള്ള മഹാനുണ്ടല്ലോ, അവർ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജീവിച്ച മഹാനാണ് കേട്ടോ. അത്രയും പഴക്കം ഈ ഒരു ഖബറിനുണ്ട്, ഈ മഹാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു മരം അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കാരണം ഇതാണ് നമ്മൾ ഇന്നലെ വീഡിയോയിൽ കണ്ട ചാർക്കോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ, അത് ഇങ്ങനത്തെ ചെടികൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇതിവിടെ ഇഷ്ടം പോലെ ലഭ്യമാണ്, ഒരുപാടുണ്ട്. വെറുതെ പൊട്ടിമുളച്ചുണ്ടാകാൻ തോന്നുന്നു, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് ചിലതൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈനിൽ ഇങ്ങനെ നിൽക്കുന്നതും കാണാം. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് ചാർക്കോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പം അത് ഈ മരം കൊണ്ട് ഇതിൻ്റെ കമ്പൗണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല ഒലിവുള്ള വെള്ളം കാണും കേട്ടോ. അപ്പോൾ അതിൽ നല്ല ഉഷാറായിട്ട് കുളിച്ചൊക്കെ ചെയ്തു. പക്ഷേ കാറ് അറക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇന്ന് മുത്തുപേട്ട വന്നപ്പം അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ അവിടെ ആളുകളോട് ചോദിച്ചിട്ട് അവിടുന്ന് കാറ് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ആ കാറൊക്കെ കഴുകി കഴിഞ്ഞ് നാസ്ത കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഇനി അടുത്ത സിയാറത്ത് കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് കാണാൻ ഇൻഷാ അല്ലാഹ്. ഇവിടെ വരുന്നവർക്ക് ഈ വരാന്തയിൽ രാത്രി കിടക്കാനൊക്കെ പറ്റും കേട്ടോ. അതിനൊന്നും വേറെ നിയന്ത്രണങ്ങളൊന്നുമില്ല. ചാർജർ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ കിടക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അത്ര കൊതുകൊന്നുമില്ല. ഇതാണ് കേട്ടോ മഖാമിൻ്റെ ബാക്ക് സൈഡ്. അത് വലിയ മിനാരം കണ്ടോ, അതിൻ്റെ മുകളിൽ. ഈ സൈഡിലൊക്കെ സ്ത്രീകളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊരു വലിയ ഹാളാണ്. അപ്പോൾ അവിടെ സ്ത്രീകളാണ് സാധാരണ വന്ന് ഇരിക്കാറുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു മിനാരം. വലിയ അത്യാവശ്യം വലുപ്പമുള്ളൊരു മിനാരം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഇത് കുറച്ച് പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. ഇതാണ് ആദ്യത്തെ, പഴക്കം കണ്ടിട്ട് ഇതാണ് ആദ്യത്തേത്. പിന്നെ ഇത് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാകുന്നത്. ഇത് അതിൻ്റെ മുന്നേ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലേക്കൊക്കെ ഇതൊക്കെ ചെറിയ വീടുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആളുകളുടെ, പ്രാദേശികവാസികളുടെ വീടുകളാണ്. ഇതാണ് ഇതിൻ്റെ മഖാമിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം വരാത്ത ആളുകളൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. വന്ന ആളുകൾ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ വന്നതായിരിക്കും. അപ്പം ഇത് കാണുമ്പോൾ അവർക്ക് മാറ്റങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോൾ മഖാമിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ഇടത് ഭാഗമാണ് കണ്ടത്. ഞാനിപ്പം വലത് ഭാഗത്താണ് നിൽക്കുന്നത്. വലത് ഭാഗത്തു നിന്ന് ഈ കുബ്ബ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. കുറേ അത്യാവശ്യം പഴക്കമുള്ള ഒരു കുബ്ബയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് കണ്ടോ,
ഈ ഒരു ഉന്തുവണ്ടി പോലെ വലിയ റാലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ അതിൽ അലങ്കാരങ്ങളൊക്കെ തൂക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയായിരിക്കും. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വണ്ടിയാണ് കേട്ടോ. ഇതുണ്ടോ, വണ്ടി മാത്രമല്ല അതിനനുബന്ധിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടിക്കൊക്കെ വേണ്ടി റാലിയൊക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കാം. ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാനുണ്ട്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടെ ബാക്കിലൊരു കുളമുണ്ട്, അതിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് കഴുകിയത്. ഇതുണ്ടോ, ഇത് ഈ പള്ളിയുടെ ഇതാണ് പള്ളി കേട്ടോ. പള്ളീൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു കുളമുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വെള്ളം ഇവിടെ ഉണ്ട്, ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം മുക്കി കൊണ്ടുവന്നിട്ടാണ് കാറ് കഴുകിയത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കുളമാണ് കേട്ടോ. ഒരുപാട് ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട് ഇതിൽ നിന്ന്. അപ്പം ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കഴുകിയത്. ഞങ്ങൾ മുത്തുപേട്ടയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് പോകുന്നത് പറയാൻ വേണ്ടി, സിയാറത്ത് ചെയ്യാൻ വേണ്ടി, ലാസ്റ്റ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഇവിടെ ഞാൻ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഈ കടക്കാരനാണ് എന്നെ സഹായിച്ചത് കേട്ടോ. യാ ദാവൂദ് മുറാദ് ഹാസിൽ മിനി മാർട്ട് എന്ന് പറഞ്ഞൊരു മാർട്ട്. ഇവിടെ നിന്നാണ് ഞാൻ ലാപ്ടോപ്പ് ചാർജ് ചെയ്തതും എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഉണ്ടോ. അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ സഹായിച്ചുകൊണ്ട് നമുക്ക് കാറിലിപ്പം കറണ്ട് കിട്ടുന്ന സംവിധാനമില്ലല്ലോ, ലാപ്ടോപ്പിൽ കിട്ടുന്ന സംവിധാനമില്ല. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കടയിലോ ഏതെങ്കിലും പ്ലഗൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് എഡിറ്റ് ചെയ്ത്. ഇതാണ് അതിൻ്റെ മുതലാളി, ഓണർ. നിങ്ങളെ പേരെന്താ? നിസാർ അഹമ്മദ്. നിസാർ അഹമ്മദ്. വീട് ഇവിടെ തന്നെ അല്ലേ? ഹാദിമ. അപ്പോൾ ഇവരാണ് നമുക്ക് അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നെ. സന്തോഷം കേട്ടോ. ഇവിടെ ഈ കാറ്റ് വരും എന്ന് പറഞ്ഞിട്ട് ഈ കടക്ക മൊത്തം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു കൊല്ലം മുന്നേ ഇവിടെ കാറ്റുണ്ടായിരുന്നു. അപ്പം ഇതുണ്ടോ, ഇതിലൊക്കെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ നിറയെ സാധനങ്ങളായിരുന്നു. ഇതൊക്കെ എടുത്ത് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയാണ്. കാറ്റടിച്ചാൽ ഇതൊക്കെ നഷ്ടപ്പെടുമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുണ്ട് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യുമെന്നറിയില്ല. നാഗൂർക്ക് പോവുകയാണ്. ഇവരൊക്കെ അതിന് സജ്ജമായി റെഡിയായിരിക്കുകയാണ് കേട്ടോ.